ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയാം, ചിലർക്ക് കുറച്ചൊന്നും അറിയില്ല. പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കേണ്ട സാഹചര്യങ്ങൾ കുറേ ഉണ്ട്, ഇല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. ഈ ഒരു പ്രോബ്ലം ആണെങ്കിൽ ഞാനിവിടെ പുതിയൊരു സീരീസ് തുടങ്ങുകയാണ്. ഈ സീരീസിൽ ഗ്രാമറൊക്കെ പഠിച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നതിന് പകരം നമ്മൾ നാച്ചുറലായിട്ട് സാധാരണ ഡെയിലി ലൈഫിൽ നമുക്ക് വേണ്ട സെൻറ്റൻസസ്, അതിൻ്റെ പാറ്റേൺസ് വെച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുകയാണ്. സിമിലർ ആയിട്ടുള്ള പാറ്റേൺസ് നമ്മൾ എളുപ്പം ഉപയോഗിച്ച് ഇംഗ്ലീഷ് സിമ്പിളായിട്ട് നിത്യജീവിതത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനേബിൾ ചെയ്യിക്കുന്ന ഒരു കോഴ്സാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ അത്യാവശ്യം വൊക്കാബുലറി പഠിക്കും, അല്ലേ? നമുക്ക് സെൻറ്റൻസസ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ വേർഡ്സൊക്കെ അറിയണ്ടേ. അപ്പോൾ അത് ഞാൻ ഓരോ സന്ദർഭം അനുസരിച്ച് വാക്കുകൾ വരുമ്പോൾ അത് പഠിപ്പിക്കും. ഗ്രാമർ ആവശ്യമാണ്, പക്ഷെ നമ്മൾ ഗ്രാമർ പഠിച്ചിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കുകയല്ല. സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് ഗ്രാമർ പഠിച്ചു പോകും. പിന്നെ നമ്മൾ ഉച്ചാരണത്തിനും ഫോക്കസ് ചെയ്യണം. നമ്മൾ എങ്ങനെയാണ് വാക്കുകളും സെൻറ്റൻസസും ഒക്കെ പറയുക എന്നുള്ളത്. നമുക്കിങ്ങനെ മലയാളം പറയുന്ന മാതിരി ഇംഗ്ലീഷ് പറഞ്ഞ് പരിശീലിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാരായിട്ട് സംസാരിക്കും. പിന്നെ ആക്സെൻ്റ് ഒക്കെ, എസ്പെഷ്യലി സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ പറയാറുണ്ട് അവരുടെ ജോലി വരെ പോകുന്ന ലക്ഷണമാണ്. കാരണം മലയാളത്തിൻ്റെ ഭയങ്കര ഇൻഫ്ലുവൻസ് വരെയാണ് സംസാരിക്കുമ്പോൾ. അത് മാറ്റാണ്ട് ശരിയാവില്ല എന്ന് സ്കൂളിൽ നിന്ന് അറിയിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെയിൽസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചാരണം കൂടെ ശരിയാക്കി പോവാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു സ്ഥലത്തെത്തിയാൽ നമ്മൾ ഒരാളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ അടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ് സമയം എത്രയെന്ന്. എങ്ങനെ പറയും? മലയാളത്തിൽ സമയം എത്ര ആയി. സമയം എന്ന് പറയാൻ ടൈം. ടൈം അല്ല, ടൈം. പാറ്റയുടെ ട് ആണ് ടൈം. സമയം എത്രയായി എങ്ങനെ പറയാ? വാട്ട് ഈസ് ദ ടൈം നൗ? ഇപ്പോൾ സമയം എത്രയാ അങ്ങനെ ചോദിക്കാൻ ടെൻഡൻസി ഉണ്ട്. ഇത് മലയാളത്തിൽ നമ്മൾ പറയുന്ന രീതി അങ്ങനെ തന്നെ ഇംഗ്ലീഷിലാക്കിയതാണ്. ആ രീതിയിലല്ല നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോണത്. ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്ന രീതിയിൽ സംസാരിക്കുക. പല സെൻറ്റൻസുകളും നമ്മൾ മലയാളത്തിൽ പറയണ പോലെ തന്നെ ഇംഗ്ലീഷിൽ പറയാറുണ്ട്, ശരിയാണ്. പക്ഷെ പലതും അങ്ങനെയല്ല. അതിൻ്റെ ആ നാച്ചുറലായിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചർ യൂസ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ എങ്ങനെയാണത് പറയുക? വാട്ട് ടൈം ഇസ് ഇറ്റ്? അപ്പോൾ ഇറ്റ് എന്ന് വെച്ചാൽ അത്. അപ്പോൾ അവിടെ അത് എത്ര സമയം അങ്ങനെയാണോ? അങ്ങനെയല്ല. ഓരോരുത്തരും സംസാരിക്കാൻ ഒരു രീതിയുണ്ട്. അപ്പോൾ അത് വെച്ചങ്ങ് പഠിക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓ ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഈ സെൻറ്റൻസ് ഉണ്ടാക്കുക. ഓക്കെ, വാട്ട് ടൈം ഇസ് ഇറ്റ്? ഇതിന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വാട്ട് ടൈം, രണ്ടും ആ വാട്ടിൻ്റെ അവസാനം ഒരു ട് ഉണ്ട്, ടൈമിൻ്റെ ആദ്യം ഒരു ട് ഉണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പം വാട്ട് ടൈം എന്ന് പറയില്ലേ, അത് പറയാൻ കുറച്ച് പാടല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ പറയണ്ട, ഒരു ട് കേട്ടാൽ മതി. വാട്ട് ടൈം ഇസ് ഇറ്റ്? വാട്ട് ടൈം ഇസ് ഇറ്റ്? അപ്പോൾ വാട്ടിൻ്റെ അവസാനത്തെ ട് സൈലൻ്റ് ആയിക്കോട്ടെ, മിണ്ടണ്ട. അവിടെ ഇങ്ങനെ ഒരു പോസ് മതി. വാട്ട് ടൈം ഇസ് ഇറ്റ്? ഓക്കെ. അപ്പം ഞാൻ ഈ മലയാളത്തിൽ എഴുതി കാണിക്കുന്നത് വായിച്ച് പരിശീലിക്കുക. പക്ഷേ മലയാളത്തിൽ എനിക്ക് എല്ലാ ഇംഗ്ലീഷ് വാക്കുകളും കൃത്യമായിട്ട് എഴുതാൻ പറ്റില്ല എന്നുള്ളത് അതിനെ പറയട്ടെ. കാരണം ഇംഗ്ലീഷിൽ ചില ശബ്ദങ്ങൾ മലയാളത്തിലില്ല. അപ്പോൾ അത് വരുമ്പോൾ ഞാൻ പറയുന്നത് ഞാനിവിടെ എടുത്തു പറഞ്ഞു തരാം. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ കുഴപ്പമില്ല. വാട്ട് ടൈം ഇസ് ഇറ്റ്? ഈസ് ഇറ്റ്? അത് ഒരുമിച്ച് പറയാം. വാട്ട് ടൈം ഇസ് ഇറ്റ്? ഒന്ന് എൻ്റെ കൂടെ ഉറക്കെ പറയോ? വാട്ട് ടൈം ഇസ് ഇറ്റ്? വാട്ട് ടൈം ഇസ് ഇറ്റ്? അപ്പോൾ സമയമാണ് ടൈം, അല്ലേ? എന്ത് കളറാണ് അതിൻ്റെ, അങ്ങനെ ചോദിക്കണമെങ്കിലോ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നോക്കുകയാണ്, അപ്പോൾ അതിൻ്റെ കളർ എന്താണെന്ന് ചോദിക്കണമെങ്കിൽ ടൈമിന് പകരം നിറത്തിന് കളർ. എങ്ങനെ പറയാം? വാട്ട് കളർ ഇസ് ഇറ്റ്? വാട്ട് കളർ ഇസ് ഇറ്റ്? നിങ്ങൾ ആരെങ്കിലും വിളിച്ച് പറയുകയാണ്, ഞാൻ പുതിയ ഡ്രസ്സ് എടുത്തു കേട്ടോ, ഞാൻ പറഞ്ഞില്ല എടുക്കുമെന്ന്, എടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ചോദിക്കാം, എന്താ കളർ, എന്താ? വാട്ട് കളർ ഇസ് ഇറ്റ്? ഇന്ന് എന്ത് ദിവസമാണ്? ഞായറാഴ്ചയാണോ അതോ തിങ്കളാഴ്ചയാണോ? അതൊക്കെ അറിയണം. അപ്പോൾ ഏത് ദിവസം, ദിവസം എന്ന് പറഞ്ഞാൽ ഡേ. സൺഡേ ആണോ? സൺഡേ, ഞായറാഴ്ച, മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, അങ്ങനെ ഏത് ദിവസമാണത് എന്നറിയണം. അപ്പോൾ എന്തും പറയാം? ദിവസത്തിന് ഡേ. ഡേ അല്ല, ഡേ. ആ നാക്ക് പല്ലിൻ്റെ തൊട്ട് പുറകിൽ കൊണ്ടുവച്ചാൽ ഡ എന്നുള്ള സൗണ്ട് വരും. കുറച്ചുകൂടെ അകത്തേക്ക് കൊണ്ടുവച്ചാൽ ഡ വരും. ആ ഡ അല്ല, ഡ. വാട്ട് ഡേ ഇസ് ഇറ്റ്? അതുപോലെ വാട്ടിൻ്റെ പ്രൊനൗൺസിയേഷൻ വാട്ടല്ല, വാട്ട് ഡേ ഇസ് ഇറ്റ്? ഇനി എന്തെങ്കിലും ഒരു സാധനം ഒരു കുട്ടി കയ്യിൽ പിടിച്ചിട്ടുണ്ട്, എന്താ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ വാട്ട് ഈസ് ഇറ്റ്? വാട്ട് ഈസ് ഇറ്റ്? വാട്ട് ഈസ് ഇറ്റ്? അല്ലെങ്കിൽ എന്താ കാര്യം? എന്താ എല്ലാവരും കൂടെ എന്തൊക്കെയോ പിറുവിറുക്കുന്നുണ്ടല്ലോ, എന്താ കാര്യം? വാട്ട് ഈസ് ഇറ്റ്? വാട്ട് ഈസ് ഇറ്റ്? ശരിയായോ? നമ്മളെ ഒരു സാധനം വാങ്ങിച്ചു എന്ന് പറഞ്ഞു, എന്തെങ്കിലും ഒരു പ്രത്യേക സാധനം, ഒരു പാത്രം.
അപ്പോൾ അതൊരു പ്രത്യേക ഷേപ്പാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ എന്ത് ഷേപ്പാണത്? അപ്പോൾ അതെന്ത് ഷേപ്പാണ്? അങ്ങനെ ചോദിക്കും. വാട്ട് ഷേപ്പ് ഇസ് ഇറ്റ്? വാട്ട് ഷേപ്പ് ഇസ് ഇറ്റ്? ഓക്കെ. നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു മൂവിയിൽ അഭിനയിക്കാനൊരു ചാൻസ് കിട്ടി. അതേത് മൂവിയാണത് എന്ന് ചോദിക്കും. വാട്ട് മൂവി ഈസ് ഇറ്റ്? ഓക്കെ. അപ്പോൾ കിട്ടിയില്ലേ? അപ്പോൾ സമയം എത്രയെന്ന് എങ്ങനെ ചോദിക്കും? വാട്ട് ടൈം ഇസ് ഇറ്റ്? ഒന്നുകൂടെ, വാട്ട് ടൈം ഇസ് ഇറ്റ്? ഏകദേശം 5 മണി ആയി എങ്ങനെ പറയും? അത് പറയാൻ ഇറ്റ് ഈസ് ആ സമയം. ഏകദേശം എന്ന് പറയാൻ ഓൾമോസ്റ്റ്. ഏകദേശം 5 മണിയായി എങ്ങനെ പറയാം? ഇറ്റ് ഈസിനെ ചുരുക്കിയിട്ട് ഇറ്റ്സ് ഓൾമോസ്റ്റ് 5. ഇറ്റ്സ് ഓൾമോസ്റ്റ് 5. ഏകദേശം 5 മണിയായി. ഓക്കെ. വാട്ട് ടൈം ഇസ് ഇറ്റ്? ഇപ്പം സമയം എത്രയായി? ഒരു ഏകദേശ സമയം നിങ്ങൾ കോമൻറ്റിൽ എഴുതൂ. 5 മണിയാണെങ്കിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് 5. 6 മണിയാകുമ്പോൾ ആണെങ്കിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് 6. അങ്ങനെ. ഓക്കെ. എഴുതുമോ? കമൻറ്റിൽ എഴുതുമോ? 4 ആയിട്ടേ ഉള്ളൂ അങ്ങനെ പറയണമെങ്കിലോ? നമ്മൾ 5 മണിക്ക് ഒരു പുറത്ത് പോകാമെന്ന് നേരത്തെ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. 5 മണിക്ക് നേരത്തെ ഇറങ്ങും നമ്മൾ. പക്ഷേ 4 മണി ആയിട്ടേ ഉള്ളൂ. നമ്മളങ്ങനെ അക്ഷമരായി ഇരിക്കുകയാണേ. അപ്പോൾ 4 ആയിട്ടേ ഉള്ളൂടോ എന്ന് പറയണം. അപ്പം തുടങ്ങുക എങ്ങനെയാണ്? സമയം പറയുമ്പോൾ ഇറ്റ്സ് അത്രയേ ഉള്ളൂ എന്ന് പറയാം. ജസ്റ്റ്. ഇറ്റ്സ് ജസ്റ്റ് 4. ഇറ്റ്സ് ജസ്റ്റ് 4. 4 മണി 4. 6 മണി ആയി എന്ന് പറയണമെങ്കിലോ? വെറുതെ 6 മണി എന്ന് പറയണമെങ്കിലോ? ഇറ്റ്സ് 6. ഇറ്റ്സ് 6. നമ്മൾ ഇറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ അത് ഉത്തരമാണ്. ഇന്ന സമയമാണ്, 6 ആണ് അല്ലേ? ആണോ എന്ന് ചോദിക്കണമെങ്കിൽ ഇസ് ഇറ്റ്? 6 ആയോ? ഇസ് ഇറ്റ് 6? 6 ആയോ? 6 ആയോ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 6 തന്നെയാണല്ലോ അല്ലേ? 6 അല്ലേ പറഞ്ഞത്? ഇസ് ഇറ്റ് 6? മാറിപ്പോയിട്ടൊന്നുമില്ല കേട്ടത്. 6 ആയോ? ഇസ് ഇറ്റ് 6? 6 ആയോ? ഇത്രയും സമയം പോയത് അറിഞ്ഞില്ല. അത് വരണമെങ്കിലോ? ഇസ് ഇറ്റ് ഓൾറെഡി 6? പക്ഷേ ഞാനൊരു ചെറിയൊരു കാര്യം ചെയ്തു തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും 6 മണിയായോ? ഇസ് ഇറ്റ് ഓൾറെഡി 6? അപ്പോൾ ഓൾറെഡി എന്ന് പറയുമ്പം അതായി കഴിഞ്ഞു എന്നുള്ളതിലൊരു അത്ഭുതം. ഇസ് ഇറ്റ് ഓൾറെഡി 6? ഓക്കെ. ജസ്റ്റ് 6. ഇറ്റ്സ് ജസ്റ്റ് 6 എന്ന് വെച്ചാൽ 6 ആയതേ ഉള്ളൂ. 6 ഓൾറെഡി ആയോ? ഇസ് ഇറ്റ് ഓൾറെഡി 6? ഏകദേശം 6 ആയി. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 6. 6 ആയോ എന്ന് ചോദിക്കഴിഞ്ഞാൽ ഇസ് ഇറ്റ് 6? 6 ആയോ എന്ന് ചോദിക്കാം നമ്മൾ. അപ്പോൾ ആൾ പറയാണ് ആയിട്ടില്ല. എന്ന് പറയും ആയിട്ടില്ല എന്ന് പറയാൻ നോട്ട് യെറ്റ്. നോട്ട് യെറ്റ്. ഇതുവരെ 6 ആയിട്ടില്ല. നോട്ട് യെറ്റ്. 4 ആയിട്ടേ ഉള്ളൂ. ഇറ്റ്സ് ജസ്റ്റ് 4 അല്ലെങ്കിൽ ഇറ്റ്സ് ഓൺലി 4. ഞാൻ ചോദിക്കാം നിങ്ങളടുത്ത് ഇസ് ഇറ്റ് 10? 10 ആയോ? അപ്പോൾ നിങ്ങൾ ആയിട്ടില്ലെന്ന് പറയും. നോട്ട് യെറ്റ്. ഇറ്റ്സ് ജസ്റ്റ് എത്ര മണിയായി? 6 ആയെന്ന് വിചാരിക്കാം. ഇറ്റ്സ് ജസ്റ്റ് 6. ഓക്കെ. അപ്പോൾ അത് മനസ്സിലായോ? വാട്ട് ടൈം ഇസ് ഇറ്റ്? വാട്ട് കളർ ഇസ് ഇറ്റ്? ഇങ്ങനത്തെയൊക്കെ സെൻറ്റൻസുകൾ. പിന്നെ ഇറ്റ് ഇസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ. ഇപ്പം നിറം നീലയാണെങ്കിൽ ഇറ്റ് ഇസ് ബ്ലൂ. അങ്ങനെ സമയം മാത്രമല്ല എന്തിൻ്റെ ഉത്തരം ഇങ്ങനെ കൊടുക്കാം. ഇപ്പം നമ്മൾ സമയത്തെക്കുറിച്ച് പറഞ്ഞപ്പം ഇറ്റ് ഇസ് എന്ന് പറഞ്ഞിട്ട് ഉത്തരം കൊടുത്തു അല്ലേ? ഇനി നമ്മൾ കാലാവസ്ഥയെക്കുറിച്ച് പറയുമ്പോഴും ഇങ്ങനെ ഉപയോഗിക്കും. മഴ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കും. ആണോ എന്ന് ചോദിക്കണമെങ്കിൽ ഇസ് ഇറ്റ് അത് വെച്ച് തുടങ്ങാം. ഇസ് ഇറ്റ് പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ റെയിനിങ്. ഇസ് ഇറ്റ് റെയിനിങ്? പുറത്തെന്ന് പറയാൻ ഔട്ട്സൈഡ്. ഇസ് ഇറ്റ് റെയിനിങ് ഔട്ട്സൈഡ്? ഇസ് ഇറ്റ് റെയിനിങ് ഔട്ട്സൈഡ്? അപ്പം നിങ്ങൾ പറയണത് ഇല്ല പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നൊന്നുമില്ല. അപ്പം ഇങ്ങനെ പറയാം ഇറ്റ്സ് നോട്ട് റെയിനിങ്. മഴ പെയ്തുകൊണ്ടിരിക്കുന്നില്ല, മഴ പെയ്യുന്നില്ല. ഇറ്റ്സ് നോട്ട് റെയിനിങ്. മനസ്സിലായോ? ആണോ എന്ന് ചോദിക്കാൻ ഇസ് ഇറ്റ് റെയിനിങ്? ഇല്ല, ഇറ്റ്സ് നോട്ട് റെയിനിങ്. ഓക്കെ. ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ ആണെന്ന് പറയുകയാണെങ്കിലോ ഇറ്റ്സ് റെയിനിങ്. ഇല്ല എന്ന് പറയാൻ ഇറ്റ്സ് നോട്ട് റെയിനിങ്. മനസ്സിലായോ? ഇതുപോലെ തന്നെ കാലാവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ സൂര്യൻ ഉദിച്ച് നല്ല ചൂടുള്ള അല്ലെങ്കിൽ സൂര്യനുള്ള ദിവസമാണെങ്കിൽ സണ്ണി എന്ന് പറയാം. നല്ല കാറ്റുള്ള ദിവസമാണെങ്കിൽ വിൻഡി എന്ന് പറയാം. അല്ലെങ്കിൽ നല്ല മേഘമുള്ള ചില ദിവസങ്ങളിൽ തന്നെ സൂര്യൻ വരാറില്ല, ആകെ ഒരു മേഘാവൃതമായിട്ടിരിക്കില്ല, അപ്പോൾ ക്ലൗഡി എന്ന് പറയാം. അല്ലെങ്കിൽ ചില ദിവസം തണുത്ത ദിവസങ്ങളാണ് ഇറ്റ്സ് കോൾഡ്,
ചൂടാണെങ്കിൽ ഹോട്ട് എന്നൊക്കെ പറയാം. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെയാണോ എന്ന് ചോദിക്കുന്നല്ലേ. കഴിഞ്ഞു പോയൊരു സമയത്ത് എന്ന് വെച്ചാൽ ഇന്നലെയോ മിഞ്ഞാന്നോ നിങ്ങളുടെ ഫ്രണ്ട് ഒരു സ്ഥലത്ത് പോയിക്കുക, കൊടൈക്കനാൽ പോയിക്കുക. അവിടെ മഴയാന്നൊക്കെ കേട്ടു നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക മഴയാണോ, ഈസ് ഇറ്റ് റെയിനി? അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ഉത്തരവൊന്നും പറയാൻ പറ്റില്ല, എന്തോ ഫോൺ എന്തോ ഡിസ്കണക്റ്റഡ് ആയിപ്പോയി. അത് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ നിങ്ങൾ ആളെ കാണാൻ പോയി. എന്നിട്ട് ചോദിച്ചു മഴയായിരുന്നോ, അങ്ങനെ ചോദിക്കും. അപ്പോൾ ആയിരുന്നോ പാസ്റ്റ് ടെൻസ് പറയണം. അപ്പോൾ അത് പറയുകയാണെങ്കിൽ എന്താ ചേഞ്ച് വരിക? എളുപ്പമാണ്. ഇസ് ഇറ്റിന് പകരം വാസ് ഇറ്റ്. മഴയായിരുന്നോ, വാസ് ഇറ്റ് റെയിനി? വാസ് ഇറ്റ് റെയിനി? നല്ല സൂര്യനുള്ള ദിവസമായിരുന്നോ ചോദിക്കണമെങ്കിൽ സണ്ണി ചോദിക്കുക. വാസ് ഇറ്റ് സണ്ണി? അല്ല, സൂര്യനൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ പറഞ്ഞെങ്കിലോ ഇറ്റ് വാസ് നോട്ട് സണ്ണി. ഇറ്റ് വാസ് നോട്ട് സണ്ണി. നിങ്ങളിങ്ങനെ വീട്ടിലിരിക്കുക, എന്തോ ഒരു തണുപ്പ്, പുറത്ത് തണുപ്പുണ്ടോ അങ്ങനെ ചോദിക്കും. ഇപ്പോൾ ഉണ്ടോ, പുറത്ത് തണുപ്പാണോ എന്ന് പറയണമെങ്കിൽ ഇസ് ഇറ്റ് തണുപ്പുള്ള അവസ്ഥ കോൾഡ്. ഈസ് ഇറ്റ് കോൾഡ് ഔട്ട്സൈഡ്? പുറത്ത് ഔട്ട്സൈഡ്. ഈസ് ഇറ്റ് കോൾഡ് ഔട്ട്സൈഡ്? നിങ്ങളുടെ കൊടൈക്കനാൽ പോയ ആൾക്കാർ തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ ചോദിക്കുക പുറത്ത് തണുപ്പായിരുന്നോ ഇങ്ങനെ ചോദിക്കും. ആയിരുന്നോ? വാസ് ഇറ്റ് കോൾഡ് ഔട്ട്സൈഡ്? പുറത്ത് തണുപ്പായിരുന്നോ? വാസ് ഇറ്റ് കോൾഡ് ഔട്ട്സൈഡ്? നല്ല തണുപ്പൊക്കെ ആയിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞു. ഇറ്റ് വാസ് വെരി കോൾഡ്. നല്ല കോൾഡ് ആണെങ്കിൽ വെരി കോൾഡ്. ഇറ്റ് വാസ് വെരി കോൾഡ്. നല്ല തണുപ്പ്, വെരി കോൾഡ്. ഇപ്പോൾ നിങ്ങൾ പുറത്ത് തണുപ്പാണോ എന്ന് ചോദിച്ചപ്പം നിങ്ങളിപ്പോൾ പുറത്ത് ഇറങ്ങിയിട്ടില്ല, പുറത്തുനിന്ന് കയറി വന്ന ഒരാളോട് ചോദിക്കുക തണുപ്പാണോ പുറത്ത്, ഇസ് ഇറ്റ് കോൾഡ് ഔട്ട്സൈഡ്? അപ്പോൾ ആൾ പറയാം നല്ല തണുപ്പാണ് കേട്ടോ പുറത്ത്. ഇറ്റ് ഈസ് വെരി കോൾഡ് ഔട്ട്സൈഡ്. ഭയങ്കര തണുപ്പാണ്, വെരി കോൾഡ്. ഇറ്റ് ഇസ് എന്നുള്ളത് ചുരുക്കിയിട്ട് ഇറ്റ്സ് എന്ന് പറയാം. ഇറ്റ്സ് വെരി കോൾഡ് ഔട്ട്സൈഡ്. അങ്ങനെയാണോ എന്ന് ചോദിക്കണമെങ്കിൽ ഇസ് ഇറ്റ് ആണോ, ഇസ് ഇറ്റ്, അത്രയും മതി. ഇസ് ഇറ്റ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി വാട്ട് ഈസ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സെൻസുകളുണ്ട്. അതെന്താണ് എന്നാണ് വാട്ട് ഈസ്. ഇനി ഇസ് ദെയർ എന്ന് പറയുന്ന തുടങ്ങുന്ന സെൻസുകളുണ്ട്. അതിൻ്റെ അർത്ഥം ഇങ്ങനൊരു സംഭവം ഉണ്ടോ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും യൂസേജ് പഠിപ്പിച്ചു തരാം. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലായോ? രണ്ട് ടൈപ്പ് സെൻറ്റൻസുകളാണ്. ഇസ് ദെയർ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സെൻറ്റൻസുകളാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടോ എന്നറിയാൻ ഇസ് ദെയർ. ഓക്കെ, അതെന്താണ് എന്ന് ചോദിക്കണമെങ്കിൽ വാട്ട് ഇസ് എന്ന് വെച്ചിട്ടാണ് സെൻറ്റൻസുകൾ തുടങ്ങുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് അറിയേണ്ടതെന്നനുസരിച്ച് നമ്മുടെ സെൻറ്റൻസ് ചോദ്യം തുടങ്ങണ ഭാഗം ശ്രദ്ധിക്കണം. ഇങ്ങനൊരു കാര്യം അവിടെ ഉണ്ടോ എന്നുള്ള ആ അറിവാണ് നമുക്ക്. ഇങ്ങനൊരു സാധനം അല്ലെങ്കിൽ സംഭവം അവിടെ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇസ് ദെയർ. എന്താണ് ആ സംഭവം എന്ന് പറയുകയാണെങ്കിൽ വാട്ട് ഇസ്. ഓക്കെ, ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. പുറത്ത് ഒരു കാറുണ്ടോ, അപ്പോൾ അവിടെ ഉണ്ടോയെന്ന് അറിയണം. അപ്പോൾ ഇസ് ദെയർ. എന്ത്? ഒരു കാർ, എ കാർ. ഒരു കാർ എന്ന് പറഞ്ഞാൽ എ കാർ. ഓക്കെ, വൺ കാർ അല്ല കേട്ടോ. ഇസ് ദെയർ എ കാർ പുറത്ത്, ഔട്ട്സൈഡ്. ഇസ് ദെയർ എ കാർ ഔട്ട്സൈഡ്? പുറത്തൊരു കാറുണ്ടോ? ഇസ് ദെയർ എ കാർ ഔട്ട്സൈഡ്? ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരം എങ്ങനെ പറയും? കാറൊന്നും ഇല്ല അവിടെ. ഇസ് ദെയറിന് പകരം ദർ ഇസ് നോ കാർ ഔട്ട്സൈഡ്. കാർ ഒന്നുമില്ല, നോ കാർ, ഒരു കാറും ഇല്ല. ദർ ഇസ് നോ കാർ ഔട്ട്സൈഡ്. ഒരു കാർ ഉണ്ടെങ്കിലോ ദർ ഇസ് എ കാർ ഔട്ട്സൈഡ്. അത് ഉണ്ട്. യെസ്, ദർ ഇസ് എ കാർ ഔട്ട്സൈഡ്. ഓക്കെ, ആരെങ്കിലും പുറത്തുണ്ടോ? ശബ്ദം കേൾക്കണമല്ലോ, ആരോ സംസാരിക്കണ പോലെ. ആരെങ്കിലും പുറത്തുണ്ടോ അങ്ങനെ ചോദിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അവിടെ ഉണ്ടോ, എന്തെങ്കിലും ആളോ കാറോ സംഭവം എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ ഇസ് ദെയർ. ഇസ് ദെയർ ആരെങ്കിലും എന്ന് പറയാൻ സംവൺ. ഇസ് ദെയർ സംവൺ ഔട്ട്സൈഡ്? പുറത്ത് ആരെങ്കിലും ഉണ്ടോ? ഇസ് ദെയർ സംവൺ ഔട്ട്സൈഡ്? പുറത്ത് ആരും ഇല്ലല്ലോ. ഇല്ല, ആരുമില്ല. നോ, ദർ ഇസ് നോ വൺ ഔട്ട്സൈഡ്. രണ്ട് വാക്കാണേ, നോ വൺ. സംവൺ ഒറ്റ വാക്കായിരുന്നു, പക്ഷേ നോ വൺ, ആരും ഇല്ല എന്ന് പറഞ്ഞാൽ നോ വൺ. നോ, ദർ ഇസ്, അതിനെ ചുരുക്കിയിട്ട് ദേഴ്സ്. നോ, ദർ ഇസ് നോ വൺ ഔട്ട്സൈഡ്. ഓക്കെ, അപ്പോൾ അതെന്താണ്? പിന്നെ ഒരു ശബ്ദം കേട്ടില്ല, അതെന്താണെന്ന് ചോദിക്കണമെങ്കിലോ എന്താണെന്നറിയാൻ വാട്ട് ഇസ്. അതെന്താണ്? വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് എന്ന് പറഞ്ഞാൽ അതാവാം, ഇതാവാം, അത് ഇതെന്നൊക്കെ ഇറ്റ് ഉപയോഗിക്കാം കേട്ടോ. വാട്ട് ഈസ് ഇറ്റ് നമ്മൾ നേരത്തെ പഠിച്ച സെൻസാണ്. എന്താ കാര്യം എന്നറിയാൻ വാട്ട് ഈസ് ഇറ്റ്, അല്ലെങ്കിൽ അതെന്താണ് എന്നറിയാനും വാട്ട് ഈസ് ഇറ്റ്. ആ ശബ്ദം എന്താണെന്ന് ചോദിക്കണമെങ്കിലോ വാട്ട് ഈസ് ദാറ്റ് സൗണ്ട്. ആ സൗണ്ട്, ദാറ്റ് സൗണ്ട്, വാട്ട് ഈസ് ദാറ്റ് സൗണ്ട്. ഓക്കെ, വാട്ട് ഈസ് എന്ന് വെച്ചാൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അറിയാൻ വേണ്ടിയിട്ട്. അതൊരു പൂച്ചയാണ്, എങ്ങനെ പറയും? ഇറ്റ് ഈസ് എ കാറ്റ്. അതൊരു പൂച്ചയാണ്. ഇറ്റ്സ്
എ കാറ്റ്. ഇറ്റ്സിനെ ചുരുക്കിയിട്ട് ഇറ്റ്സ്, IT' ആണ് ഇറ്റ്സ്. ഇറ്റ്സ് എ കാറ്റ്. അതൊരു പൂച്ചയാണ്. അത് വേറൊരു പൂച്ചയാണ്. അങ്ങനെ പറയണമെങ്കിലോ, ഒരു പൂച്ചയുള്ളൂ, വേറൊന്നും ഇല്ലത്. ഇറ്റ്സ് ജസ്റ്റ് എ കാറ്റ്. ഇറ്റ്സ് ജസ്റ്റ് എ കാറ്റ്. കിച്ചണിൽ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ പറയും. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? എവിടെ? കിച്ചണിൽ. എങ്ങനെ പറയും? പുറത്ത് ആരെങ്കിലും ഉണ്ടോ? ഇസ് ദർ സംവൺ ഔട്ട്സൈഡ്. അപ്പൊ കിച്ചണിൽ ആരെങ്കിലും ഉണ്ടോ? ഇസ് ദർ ആരെങ്കിലും. സംവൺ എവിടെ? കിച്ചണിൽ. ഇൻ ദ കിച്ചൺ. ഇസ് ദർ സംവൺ ഇൻ ദ കിച്ചൺ? ഇസ് ദർ സംവൺ ഇൻ ദ കിച്ചൺ? ഉണ്ട്. യെസ്. അതൊരു പൂച്ചയാണോ ഞാൻ ചോദിക്കും. ഇസ് ഇറ്റ് എ കാറ്റ്? ഇങ്ങനെ അതാണോ സംഭവം? ഇസ് ഇറ്റ് എ കാറ്റ്? ഇനിയിപ്പോൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിലോ, കിച്ചണിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? വാസ് ദർ സംവൺ ഇൻ ദ കിച്ചൺ? അപ്പോൾ ഇസ് ദർ എന്ന് വെച്ചാൽ ഇപ്പം ഉണ്ടോന്ന്, ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണേ വാസ് ദർ. വാസ് ദർ സംവൺ ഇൻ ദ കിച്ചൺ? വാസ് ദർ സംവൺ ഇൻ ദ കിച്ചൺ? നീ നേരത്തെ അവിടെ പോയപ്പോൾ കിച്ചണിൽ ആരെങ്കിലും കണ്ടിരുന്നോ? നമ്മളെല്ലാവരും കൂടെ ഒരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അപ്പോൾ കിച്ചണിൽ ആരോ പോയതുപോലെ തോന്നി. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് എഴുന്നേറ്റ് വെള്ളം കുടിക്കാൻ കിച്ചണിൽ പോയപ്പോൾ നമ്മൾ തിരിച്ചുമ്പോൾ ചോദിക്കാം, എടാ കിച്ചണിൽ ആരെങ്കിലും കണ്ടിരുന്നോ നീ? വാസ് ദർ സംവൺ ഇൻ ദ കിച്ചൺ? ഇത് ശരിയാണോ അങ്ങനെ ചോദിക്കും. അത് പറയാം, ഇസ് ഇറ്റ് കറക്റ്റ്? ഇസ് ഇറ്റ് കറക്റ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണോ, ശരിയാണോ? ഇതൊരു പൂച്ചയാണോ? ഇസ് ഇറ്റ് എ കാറ്റ്? ഞാൻ എഴുതിയത് ശരിയാണോ? ഇസ് ഇറ്റ് കറക്റ്റ്? ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. എങ്ങനെ പറയും? ഇങ്ങനൊരു കാര്യമുണ്ട്. there is എന്ത്? എ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. കറക്റ്റ് ആണോ ചോദിക്കാം. ഇസ് ഇറ്റ് കറക്റ്റ്? അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ട്. എന്തുണ്ട്? സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അപ്പോൾ there is എ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അപ്പോൾ നമ്മൾ പഠിച്ചതൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. ഇസ് there ഇങ്ങനൊരു കാര്യമുണ്ടോ? ഇസ് there സംതിങ്? ഇസ് there എ കാറ്റ്? സമയത്തെക്കുറിച്ചോ വെദറിനെ കുറിച്ചോ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഇറ്റ് ഇസ് എന്ന് വെച്ചിട്ട് പറയണം അല്ലേ. ഇറ്റ് ഇസ് 4. ഇറ്റ് ഇസ് സണി. ഓൾമോസ്റ്റ് എന്ന് വെച്ചാൽ ഏകദേശം. ജസ്റ്റ് എന്ന് പറയുന്നപ്പോഴാ അത്ര ആയിട്ടേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓൾറെഡി എങ്ങനെ ആയോ എന്ന് പറയാൻ ഓൾറെഡി അല്ലേ. ഇതുവരെ ആയിട്ടില്ല എന്ന് പറയാൻ നോട്ട് യെറ്റ്. പല കാര്യങ്ങളും നോട്ട് യെറ്റ് യൂസ് ചെയ്യാം. ചോറ് വെന്തോ? ആയിട്ടില്ല, നോട്ട് യെറ്റ്. അപ്പോൾ ഇന്നത്തെ ലെസൺ നമ്മൾ ബേസിക് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സെൻറ്റൻസുകളാണ്. കാരണം ഇത് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന സംഭവങ്ങളാണ്. ഇസ് ദെയർ, ഇസ് ഇറ്റ് എന്നൊക്കെ പറയുന്നത് സെൻറ്റൻസുകൾ. അപ്പോൾ ഇതിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഹോംവർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്വയം എഴുതാൻ പറ്റണം. ഓക്കെ. ആദ്യത്തേത്, അതെന്ത് ഗെയിമാണ്? കുട്ടികളൊക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിരുന്നിട്ട് എന്തോ ഒരാളെ തോണ്ടുന്നു, ഒരാൾ ഓടുന്നു. ഏത് ഗെയിമാണ് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതെന്ത് ഗെയിമാണ്? ഏത് മൂവിയാണ്? വാട്ട് മൂവി ഈസ് ഇറ്റ്? അതുപോലെ ഏത് ഗെയിമാണത്? ഓക്കെ, അതാണ് ആദ്യത്തെ ചോദ്യം. സമയം എത്രയായി? അതെങ്ങനെ പറയാം? 2 ആയിട്ടേ ഉള്ളൂ. അതാണ് മൂന്നാമത്തെ. മഴ പെയ്യുന്നുണ്ടായിരുന്നോ? അതാണ് 4മത്തെ. അപ്പോൾ ഈ 4 ചോദ്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റണം. ഇത് വളരെ ഒരു പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിച്ചു പോകാൻ പറ്റുന്നൊരു സീരീസാണ്. ഞാൻ ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്ന പാറ്റേൺസ് ഉപയോഗിച്ച് പെട്ടെന്ന് ഇംഗ്ലീഷ് നമുക്ക് സംസാരിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട്, കറക്റ്റായിട്ട് സംസാരിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രൊനൗൺസിയേഷനും വൊക്കാബുലറി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കോഴ്സ്. അപ്പോൾ നിങ്ങൾക്കത് വളരെ ഉപകാരപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അടുത്ത ക്ലാസ്സിന് വേണ്ടിയിട്ട് ഈ ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ വൃത്തിക്ക് പഠിക്കുക. ഓരോ ക്ലാസ്സും നല്ല വൃത്തിക്ക് പഠിച്ചാലേ അടുത്ത ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുള്ളൂ കേട്ടോ. ഇടയിൽ വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങരുത്. കറക്റ്റായിട്ട് ആദ്യത്തെ ലെസൺ മുതൽ പഠിക്കുക. ഹോംവർക്കൊക്കെ സ്വയം ഉണ്ടാക്കുക. ആരോടും ചോദിക്കരുത്. തെറ്റാണെങ്കിൽ തെറ്റട്ടെ. തെറ്റിയാലേ നമുക്ക് എവിടെയാണ് നമുക്ക് അറിയാത്തത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അങ്ങനെ മനസ്സിലായാലേ നമുക്കത് കറക്റ്റാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ സ്വയം ചെയ്യുക. വീഡിയോ ഒന്നുകൂടെ കാണുക. മനസ്സിലായില്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ, ആ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് അതിനിടയിൽ സംശയങ്ങൾ വല്ല ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളൂ, ഞാൻ ഉത്തരം പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.